ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം രാവിലെ തന്നെ ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു. ഇച്ചാപ്പിക്ക് വെളുപ്പിനെയാണ്, മദ്രസയിൽ പരീക്ഷയാണ്. അപ്പം അവനെ എഴുന്നേൽപ്പിച്ച് പല്ല് തേക്കാനൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി. അവന് പാൽച്ചായ മതിയെന്ന് പറഞ്ഞ്. ഇച്ചാപ്പി പതിവില്ലാതെയാണ് ഇന്ന് പാൽച്ചായ മതിയെന്ന് പറഞ്ഞത്. പൊതുവേ അവൻ കട്ടൻ ചായ ആണ് ഇഷ്ടം. എന്തായാലും പാല് വിരിഞ്ഞു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ നേരത്ത് കടയും തുറന്നിട്ടില്ല നമ്മുടെ അവിടെ. പിന്നെ ഇച്ചാപ്പിക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്ത് അവനെ കുളിപ്പിച്ചൊരുക്കി മദ്രസയിൽ വിട്ട്. എന്നിട്ട് ഞാൻ രാവിലത്തേനേക്കാൾ മുന്നേ ഉച്ചക്കത്തേക്കുള്ള മെഴുക്കിൻ്റെ പരിപാടിയൊക്കെ അരിഞ്ഞു വെച്ച് കോവയ്ക്കായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കയറി. ഇച്ചാപ്പിക്ക് ഇന്ന് ചപ്പാത്തിയാണ്, അവൻ്റെ ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് മാറ്റി. ഇന്നലത്തെ ഗ്രീൻ ബീൻസ് കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം വേറെ പ്രത്യേകിച്ച് കറി വെച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ കൂടെ മെഴുക്കും ആക്കുന്നുണ്ട്. ചവിയുള്ള ഇന്ന് ടിഫിൻ മിക്സറായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് അതിനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് അതെല്ലാം കുപ്പിയിലാക്കി. ചവി മദ്രസയിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഈ പരിപാടിയൊക്കെ ഒതുക്കി കഴിയുവാണെങ്കിൽ പിന്നെ അവനെ കഴിപ്പിക്കാനിരുത്തിയാൽ മതി. അത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഇച്ചാപ്പി മദ്രസയിലെ പരീക്ഷയൊക്കെ എഴുതി, നന്നായിട്ട് എഴുതിയെന്നൊക്കെയാണ് പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോകാനിറങ്ങി. 9:20 ഇച്ചാപ്പിയുടെ ബസ് വരുന്നത്. ചില സമയത്ത് 9:15 വരും. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് കുറച്ച് സന്തോഷമുണ്ട് ഇച്ചാപ്പിക്ക്. യൂണിഫോം ഇടണ്ടല്ലോ. അങ്ങനെ ഇച്ചാപ്പിനെ ബസ്സിലൊക്കെ കയറ്റി വിട്ട് വരുന്ന വഴി നമുക്ക് നമ്മുടെ വഴിയിൽ തന്നെ കശുമാങ്ങ നിൽപ്പുണ്ട്. അതിൻ്റെ കശുവണ്ടി കിട്ടി. അதைയും പറക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഇഷ്ടം പോലെ ചീര നട്ടിട്ടുണ്ട്. എൻ്റെ അല്ല കേട്ടോ, ഞങ്ങളുടെ വാതിക്കലുള്ള ചേച്ചി നട്ടയാണ്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റോസ്റ്റ് ചെയ്യണം. ചോറ് ഞാൻ താമസിച്ചാണ് ഇടാറ്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്നാകുമല്ലോ, ഒറ്റ പിസിലടിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ ചോറിനുള്ള എല്ലാം സെറ്റാക്കി. ഇനി റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ റേഷൻ വാങ്ങിച്ച് തന്നിട്ടാണ് പണിക്ക് പോയത്. അപ്പോൾ അതൊക്കെ പച്ചരിയും അല്ലാത്ത അരിയെല്ലാം എടുത്ത് ഓരോ പാത്രത്തിലൊക്കെ ആക്കി. ഉപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച്. ഇനി ഒരു ലോഡ് പാത്രങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ സമയമൊന്നും കിട്ടിയില്ല. ജോലി ഫുള്ള് ഒതുക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി. പിന്നെ അതങ്ങ് വിട്ടും പോയി. പിന്നെ ഞാൻ പോയി തുണിയെല്ലാം കഴുകിയതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് വിരിച്ച്. മുറ്റമൊക്കെ നല്ലപോലെ കാറ്റടിച്ചിട്ട് മാവിലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ തൂത്ത് വൃത്തിയാക്കി. എൻ്റെ കുളി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. പിന്നെ ചോറൊക്കെ എല്ലാം എടുത്ത് ടേബിളിൻ്റെ അകത്ത് വെച്ച് ഞാനും നെയ്സുമോളും കൂടി ഇരുന്ന് കഴിച്ച് അവളെ കിടത്തി ഉറക്കി. എന്നിട്ട് ഇച്ചാപ്പിയുടെ നാളത്തേക്കുള്ള യൂണിഫോമൊക്കെ തേച്ചിട്ട് അങ്ങനെ ഞാനും കുറച്ച് നേരം കിടന്നെഴുന്നേറ്റ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇച്ചാപ്പി വരാൻ ടൈം ആയിട്ടുണ്ട്. അതിനുള്ള ചായയൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇച്ചിരി നേരം അവൻ നെയ്സുമായിട്ടൊക്കെ കളിച്ച് പിന്നെ പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നപ്പം അവന് വാപ്പി ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.